ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പച്ചക്കായ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. പച്ചക്കായ അധികം നമ്മൾ കറി വെക്കാനും അല്ലെങ്കിൽ ഉപ്പേരി വെക്കാനും ഒക്കെയാണ് യൂസ് ചെയ്യുക. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് അടിപൊളിയായ ഐറ്റം കേട്ടോ. അപ്പോൾ പച്ചക്കായ ഞാൻ തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട്. വട്ടത്തിൽ നമ്മൾ കിഴങ്ങൊക്കെ പൊരിക്കാൻ സ്ലൈസ് ആക്കുമല്ലോ, അതുപോലെ വട്ടത്തിലുള്ള ഒരു പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അല്പം ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ടീസ്പൂൺ കോൺഫ്ലവറും പൊടി, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമ്മൾ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് എണ്ണയ്ക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കിഴങ്ങൊക്കെ ഫ്രൈ ചെയ്തെടുക്കൂലേ അതുപോലെ. അപ്പോൾ കുറച്ച് എണ്ണ മതി കേട്ടോ, ഏകദേശം ഒരു 3-4 ടീസ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഈ പഴം വെച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാട്ടോ. എന്നിട്ടൊന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിഴങ്ങൊക്കെ ഫ്രൈ ചെയ്യുന്ന മാതിരി ഒന്ന് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചോറിനൊക്കെ കൂട്ടാനില്ലാത്തൊരു ടൈമൊക്കെയാണ്, അല്ലെങ്കിൽ ചിക്കനില്ല, മീനില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതുപോലത്തെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കിഴങ്ങൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കുമല്ലോ, അതേമാതിരി നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും, മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. അവരൊക്കെ ഈ പൊട്ടാറ്റോ ഒക്കെ പൊരിച്ച് കഴിക്കുന്നവരാണല്ലോ. അപ്പോൾ അതേ ഒരു ടേസ്റ്റാണ് ഇതും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഒക്കെ ലൈക്ക് തരാം കേട്ടോ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരുന്നുണ്ട്. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.